ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോറിലേഷൻ റിഗ്രഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇത് BSc ബോട്ടണി ബയോസ്റ്റാറ്റ് 4th സെം ബയോസ്റ്റാറ്റിൽ വരുന്ന മൊഡ്യൂൾ 2-ലെ മൂന്നാമത്തെ ഒരു പോയിൻ്റാണ്. മൂന്നാമത്തെ ഒരു ടോപ്പിക്കാണ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അതിൽ ബ്രീഫായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അഡീഷണലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ എന്താണ് കോറിലേഷൻ, എന്താണ് റിഗ്രഷൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തുക. അതിൽ നമ്മൾ 2 വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അനാലിസിസിനെ നമ്മൾ ബൈവേരിയൻ്റ് അനാലിസിസ് എന്നാണ് പറയുക. ഈ കോറിലേഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ എന്ന് പറയുന്നത് ഈ ബൈവേരിയൻ്റ് ആയിട്ടുള്ള ഡാറ്റയിലുള്ള വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ സഹായിക്കുന്നതാണ് കോറിലേഷനും റിഗ്രഷനും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഇത് പ്രെഡിക്റ്റ് ചെയ്യും. നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ബൈവേരിയൻ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ ഉണ്ട്. അതിലൊരു വേരിയബിളിൻ്റെ വാല്യൂ നോൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ അൺനോൺ ആയിട്ടുള്ള വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് പറ്റും. ഇനി കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ഇൻ അസർട്ടൈനിങ് ദ സ്ട്രെങ്ത് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്ക് ആദ്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. പിന്നെ കാൾ പിയേഴ്സൺ ആണ് എങ്ങനെ കോറിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താമെന്നുള്ള മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാൾ പിയേഴ്സൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ബൈ മീൻസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോറിലേഷനെ അസസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് കണ്ടുപിടിച്ചത് കാൾ പിയേഴ്സൺ ആണ്. ഇനി റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈസ് കൺസേൺഡ് ഇൻ മെഷറിംഗ് ദ പ്രോബബിൾ വാല്യൂ ഫോം ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് തമ്മിലുള്ള പ്രോബബിൾ ആയിട്ടുള്ള ഫോം ഓഫ് റിലേഷൻഷിപ്സ് മെഷർ ചെയ്യുന്നതാണ് റിഗ്രഷൻ അനാലിസിസ്. ഇതിലാണ് നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അൺനോൺ ആയിട്ടുള്ള വാല്യൂ, ഒരു വേരിയബിളിൻ്റെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ മറ്റേ വേരിയബിളിൻ്റെ നോൺ വാല്യൂ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി കോറിലേഷൻ അനാലിസിസ് ആണ് നോക്കുന്നത്. കോറിലേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്തുന്നതാണ് കോറിലേഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ ചേഞ്ച് എങ്ങനെയാണ് മറ്റൊരു വേരിയബിളിന് ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഒരു വേരിയബിളിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റേ വേരിയബിളിലും ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഇവിടെ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ക്ലോസ്നെസ് ആണ് കോറിലേഷനിൽ മെഷർ ചെയ്യുന്നത്. അതായത് ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ മറ്റേതിന് ചേഞ്ച് വരുന്നു, അതിനോടനുബന്ധിച്ച് മറ്റേത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് പോലെ ഒരാൾ മറ്റൊരാളായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഗ്രെയിൻസ് ആൻഡ് ലെങ്ത് ഓഫ് പാനിക്കിൾ. അപ്പോൾ ഗ്രെയിൻസിൻ്റെ എണ്ണം ആ പാനിക്കിളിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പാനിക്കിളിൻ്റെ ലെങ്ത്ത് കൂടുമ്പം, അതായത് ആ ഒരു തണ്ടിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ വയ്ക്കാൻ പറ്റുന്ന ഗ്രെയിൻസിൻ്റെ എണ്ണം സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ അത് റിലേറ്റഡ് ആണ്. ഇഫ് ദ മൂവ്മെൻറ്റ്സ് ഇൻ വൺ ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയിലുള്ള മൂവ്മെൻറ്റ്സ് എന്തുണ്ടാക്കുന്നുണ്ട്, കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ഇൻ അനദർ ക്വാണ്ടിറ്റി. അതായത് ഒരു വേരിയബിളിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റേ വേരിയബിളിലും കറസ്പോണ്ട് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവ കോറിലേറ്റഡ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് പറയുന്നത്. മെയിനായിട്ട്
3 ടൈപ്പ് കോറിലേഷനാണുള്ളത്. പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവേഴ്സ് കോറിലേഷൻ, സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ നോൺ ലീനിയർ കോറിലേഷൻ. അങ്ങനെ 3 ടൈപ്പാണ് കോറിലേഷനുള്ളത്. ഈ പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്റ്റ് ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഇനി ഇതിനെ എന്തിൻ്റെ ബേസിസിലാണ്, റിലേഷൻഷിപ്പിൻ്റെ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് 3 തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവേഴ്സ് കോറിലേഷൻ, സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ കോറിലേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. അങ്ങനെയാണ് നമുക്ക് കോറിലേഷൻ നോക്കാനുള്ളത്. ഇനി പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. വേരിയബിൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയാം. ഇപ്പോൾ 2 വേരിയബിൾ ഉണ്ട്, അവ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അത്, പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോറിലേഷനാണെന്ന് പറയാം. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 വേരിയബിൾ ഉണ്ട്, എ ബി എന്ന് വിചാരിക്കാം. ഈ എയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടൻ്റായിട്ട് ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പം അതോടൊപ്പം തന്നെ ബിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ രണ്ടാളും അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് റിലേഷനാണ്, പോസിറ്റീവായിട്ടുള്ള. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഡിക്രീസ്. ഒരു വേരിയബിൾ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളിലും ഡിക്രീസ് ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതെന്താണ്, പോസിറ്റീവ് അല്ലെങ്കിൽ ഡയറക്റ്റ് കോറിലേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എ ബി എന്ന് പറയുന്ന 2 വേരിയബിൾ, എ കൂടുന്നതിനോടനുസരിച്ച് ബിയും കൂടുകയാണ്, അല്ല എ കുറയുന്നതിനോടനുസരിച്ചിട്ട് ബിയും കുറയുകയാണെന്നുണ്ടെങ്കിൽ അവ എന്താണ്, ഒരേ ഡയറക്ഷനിലാണ് അവരുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെന്താണ്, പോസിറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, പ്ലാന്റിൻ്റെ ഈൽഡും നമ്പർ ഓഫ് പോഡ് ഇൻ പൾസസും. നമ്പർ ഓഫ് പോഡ്സ് ഇൻ പൾസസിലുള്ള നമ്പർ ഓഫ് പോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്ലാന്റിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവരെന്താണ്, ഒരേ ഡയറക്ഷനിലാണ്. പോഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പ്ലാന്റിൻ്റെ ഈൽഡും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവ എന്താണ്, പോസിറ്റീവ്ലി അല്ലെങ്കിൽ എന്താണ്, ഡയറക്റ്റ്ലി കോറിലേറ്റഡ് ആണെന്ന് പറയാം. ഇനി നെഗറ്റീവ്ലി കോറിലേറ്റഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞു 2 വേരിയബിൾ ഓപ്പോസിറ്റ് സെയിം ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അല്ലെങ്കിൽ പോസിറ്റീവാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ എന്താണത്, ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്. അതായത് എ കൂടിക്കഴിഞ്ഞാൽ ബിയിൽ കുറവാണ് ഉണ്ടാവുന്നതെങ്കിൽ എന്താണ്, അത് നെഗറ്റീവ്ലി അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷനാണ്. ഇനി ഓപ്പോസിറ്റ് പറയുകയാണെങ്കിൽ എ കുറയുമ്പോൾ ബി കൂടുന്നു, അല്ലെങ്കിൽ എ കൂടുമ്പോൾ ബി കുറയുന്നു. 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻവേഴ്സ് കോറിലേഷനാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ വൂളൻ ഗാർമെൻസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, വൂളൻ ഗാർമെൻസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡേ ടെമ്പറേച്ചറും വൂളൻ ഗാർമെൻസിൻ്റെ സെയിലും നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വൂളൻ ഗാർമെൻസിൻ്റെ സെയിൽ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക, കുറയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുമ്പോൾ ആരും വൂളൻ ക്ലോത്ത്സ് ധരിക്കുകയോ ഇല്ല. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ വൂളൻ ഗാർമെൻസിൻ്റെ സെയിൽ കുറയും. മറിച്ച് ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് ചെയ്യും, വൂളൻ ഗാർമെൻസിൻ്റെ സെയിൽ കൂടും. അപ്പോൾ ഇതെന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത്, മൂവ്മെൻറ്റ് ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസാണ് എന്ത്, നമ്മുടെ സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ. ഈ സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻവേഴ്സ് കോറിലേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ്
എന്ന് നമ്മൾ പറഞ്ഞു. ഡയറക്ഷൻ്റെ വേരിയബിൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു കോറിലേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എത്രത്തോളം നമ്പർ ഓഫ് വേരിയബിൾസ്, നമ്മൾ എത്രത്തോളം വേരിയബിളിൻ്റെ എണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന വേരിയബിൾസിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ളതാണ് എന്ത് സിമ്പിൾ, പാർഷ്യൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്, ബേസ് ചെയ്യുന്നത്. ഇനി സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അത് സിമ്പിൾ കോറിലേഷനാണ്. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ റൈസിൻ്റെ ഈൽഡും ഫെർട്ടിലൈസറിൻ്റെ യൂസും, അത് നമ്മൾ ജസ്റ്റ് റൈസിൻ്റെ ഈൽഡും ഫെർട്ടിലൈസറിൻ്റെ യൂസും മാത്രം നോക്കുന്നതാണ് എന്ത് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ കോറിലേഷൻ വരുമ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ 2 വേരിയബിൾസാണ് എന്ത് ചെയ്യുന്നത്, 2 വേരിയബിൾസ് പഠിക്കുകയാണ്. എക്സ്ക്ലൂഡിങ് സം അതർ വേരിയബിൾ, മറ്റ് വേരിയബിളിനെ മാറ്റി നിർത്തിക്കൊണ്ട് 2 വേരിയബിൾസിനെ സ്റ്റഡി ചെയ്യുന്നതാണ് എന്ത് പാർഷ്യൽ. അതായത് ഈൽഡ് ഓഫ് റൈസും ഫെർട്ടിലൈസറിൻ്റെ യൂസും നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. എക്സ്ക്ലൂഡിങ് ദ എഫക്റ്റ് ഓഫ് മാനുവർ ആൻഡ് പെസ്റ്റിസൈഡിൻ്റെയും മാനുവറിൻ്റെയും എഫക്റ്റുകൾ മാറ്റി നിർത്തിക്കൊണ്ട് ജസ്റ്റ് റൈസിൻ്റെ ഈൽഡും ഫെർട്ടിലൈസറിൻ്റെ യൂസും മാത്രം നോക്കുന്നതിനാണ് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ. അവിടെ ഒരു വേരിയബിളിനെ മാറ്റി നിർത്തുകയാണ്. അവിടെ ആ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളതിനെ മാറ്റി നിർത്തുന്നതാണ് എന്ത് പാർഷ്യൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേരിയബിൾസ്, അതായത് 3 അതിൽ കൂടുതലോ വേരിയബിൾസ് ഒരേ സമയം പഠിക്കുന്നതിനെയാണ് എന്ത് നമ്മൾ പറയാം മൾട്ടിപ്പിൾ എന്ന് പറയാം. ഇതിൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വേരിയബിളും രണ്ടോ അതിലധികമോ, ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളും 2 അതിലധികമോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും റെയിൻഫോളും ക്വാണ്ടിറ്റി ഓഫ് ഫെർട്ടിലൈസർ യൂസറും, ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും 2 അതിലധികമോ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. അപ്പോൾ ഇതിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡബിൾ വേരിയബിളാണ്. ബാക്കി നമ്മുടെ റെയിൻഫോള്, ക്വാണ്ടിറ്റി ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളാണ്. ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്യുന്നത് നമ്മളിതെല്ലാം നോക്കുന്നത്. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലീനിയർ ആൻഡ് കോലീനിയർ കോറിലേഷൻ, ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യത്തേത് പറഞ്ഞു എന്താണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തത് സിമ്പിൾ, പാർഷ്യൽ, മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേരിയബിൾ സ്റ്റഡീഡ്, പിന്നെ ഇനി ഉള്ളതാണ് എന്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ, അത് റേഷ്യോ ഓഫ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ്. 2 വേരിയബിൾസിൻ്റെ സ്റ്റഡിയിൽ അതിൻ്റെ റേഷ്യോ ഓഫ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള വേരിയേഷൻ്റെ വാല്യൂസ് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ കോറിലേഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആയിട്ട് ആ വേരിയബിൾസിൻ്റെ ചേഞ്ചുകൾ തമ്മിൽ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ലീനിയർ കോറിലേഷൻ്റെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് എന്തുണ്ടാവുക ആ കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക നമുക്ക് ഗ്രാഫ് ലഭിക്കുക. ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഗ്രാഫ് കിട്ടുക എന്ന് പറഞ്ഞു, കോൺസ്റ്റൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും അതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. ആ റേഷ്യോ എന്ന് പറയുന്നത് ആ ചേഞ്ചിങ് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പം മറ്റേ വേരിയബിളിന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്, ആ ചേഞ്ചിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്തിൽ ലീനിയർ കോറിലേഷനിൽ. ഇനി നോൺ ലീനിയർ കോറിലേഷൻ ആണെങ്കിൽ
magnitude of change in one variable does not bear a constant ratio or ratio to magnitude of change in the related variable. ഈ രണ്ട് വേരിയബിളിൻ്റെ ചേഞ്ച്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോ ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാം, നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം. അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും, ഒരു കർവ് പോലെ ആയിരിക്കും, ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, കേവ് പോലെ ആയിരിക്കും എന്തുണ്ടാവുക, ഇങ്ങനെ നോൺ ലീനിയർ കോറിലേഷൻ്റെ ഗ്രാഫ് ഉണ്ടാവുക. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കോറിലേഷൻ റിഗ്രഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നോക്കാനായിട്ടുള്ളത്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.